ഉന്നത വിദ്യാഭ്യാസ ദേശീയ കൺവെൻഷനിൽ കേന്ദ്ര സർക്കാരിനെയും ഗവർണർമാരെയും യുജിസിയെയും ഒരുപോലെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർമാർ ഭരണഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്നു. കരട് നിർദ്ദേശങ്ങൾക്കെതിരെ നിയമപരമായും ഭരണഘടനാപരമായും നീങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഗവർണർക്ക് അതൃപ്തിയുള്ളതിനാൽ ഭൂരിഭാഗം വിസിമാരും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. സർക്കുലർ വിവാദത്തിൽ ഗവർണർക്ക് വഴങ്ങിയെങ്കിലും കൺവെൻഷനിൽ UGC കരട് ഭേദഗതിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കരടിലെ നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദോഷകരമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഗവർണർമാർ ബില്ലുകൾ പാസാക്കാത്തതിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും ആരോപിച്ചു. The draft regulations also pose a threat to the country's higher education sector by proposing to make non-academics eligible for appointment as VCs, using this provision as a camouflage behind which people of academic excellence will be substituted by people of political choice. കൺവെൻഷൻ സംഘടിപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് എല്ലാ തരത്തിലും കരട് ഭേദഗതിയെ എതിർക്കുമെന്നും അറിയിച്ചു. Proposed reforms raise concerns about reducing autonomy, politicizing academic institutions and threatening academic independence. To ensure that reforms benefit rather than damage India's higher education system, a more inclusive and consultative strategy is required, one that aspects the federal structure and the particular educational demands of different regions. അടുത്ത കൺവെൻഷൻ തെലങ്കാനയിലായിരിക്കുമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർഗ വ്യക്തമാക്കി. അദ്ദേഹത്തെ കൂടാതെ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുത്തു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാല വിസിമാരിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ L. സുഷമ മാത്രമാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. മീഡിയ 1 തിരുവനന്തപുരം.